അല്ല, അത് ഇപ്പോൾ ന്യൂസ് നമുക്ക് വന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, ബാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ സമയത്ത് ഡോക്യുമെൻ്ററി സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ബാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നമ്മൾ കോടതിയിൽ പോയി ചില സിനിമകൾ കോടതി വഴി പ്രദർശിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആനന്ദ് പട്വർദ്ധൻ്റെ സിനിമയൊക്കെ. പക്ഷേ ഫീച്ചർ ഫിലിംസ് സാധാരണ ഇപ്പോൾ ഇവിടെ IFFK തുടങ്ങിയ കാലം മുതൽ തന്നെ അൺസെൻസേർഡ് ഫിലിംസ് ആയതുകൊണ്ട് തന്നെ INB മിനിസ്ട്രിയുടെ പെർമിഷൻ ആവശ്യമുണ്ട് എല്ലാ സിനിമകൾക്കും. അപ്പോൾ ഇവിടുന്ന് ലിസ്റ്റ് അയച്ചു കൊടുക്കും. ആ ലിസ്റ്റ് മിക്കവാറും സിനോപ്സിസ് അയച്ചു കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്ത് വരികയും ചെയ്യാം. ഇതുവരെയും ചില സിനിമയിൽ എക്സ്പ്ലനേഷൻ ചോദിക്കാമെന്നല്ലാതെ ഇതുവരെ ബാൻ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു അപ്രതീക്ഷിതമായൊരു സംഭവമാണ്. ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ 3 പടങ്ങൾ ഷെഡ്യൂൾ പ്രകാരമുള്ളത് ക്യാൻസലായി. അപ്പോൾ IFFKയുടെ ചരിത്രത്തിൽ തന്നെ പണ്ടൊക്കെ ഈ ഫിലിം പ്രിന്റ് വരാൻ ലേറ്റ് ആകുമ്പോഴാണ് ഷെഡ്യൂൾ ചേഞ്ച് ഉണ്ടാവുക. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഷെഡ്യൂൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു സിനിമകളും ചേഞ്ച് ചെയ്യാറില്ല. അപ്പോൾ ഇന്നലെ 3 സിനിമകൾ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് ഇവർ അറിയുന്നത് മെയിൽ വന്നിരിക്കുകയാണ് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഞെട്ടിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകൾ ഇപ്പോൾ ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ പോലെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് സിനിമ പഠിക്കുന്നത്, സിനിമ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സിനിമയെ തന്നെ നിരോധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവണില്ല. കാരണം ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായം വേണ്ടേ. അതുപോലെ തന്നെ സൊളാനസിൻ്റെ പടം ഇവിടെ നമ്മൾ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുത്തിട്ടുള്ള ഫിലിം മേക്കറാണ്, ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പലസ്തീൻ പാക്കേജിൽ ഇപ്പോൾ 6 സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഭാഗ്യത്തിന് ഓപ്പണിംഗ് ഫിലിം കൂടെ കാണിച്ചു. അതിനുശേഷമുള്ള 5 സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ പലസ്തീൻ പാക്കേജ് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പുറകിൽ തന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പകപോക്കലാണോ ഇവിടുത്തെ ഈ IFFKക്കെതിരെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടത്. അത് വളരെയധികം പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, ഇതിനെതിരെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാളെയും സിനിമകൾ ചിലത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഇന്നും ചില സിനിമകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരികയാണ്. അത് എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിന് കാരണം അവർ പറയുന്നില്ല, ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതിനെന്താണ് കാരണം? ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് ബീഫ് എന്ന് ആയതുകൊണ്ട് മാത്രം ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതെന്താണത്? ബീഫ് ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ ബീഫ് കിട്ടാത്ത ഏതെങ്കിലും ഹോട്ടലുണ്ടോ? അപ്പോൾ ബീഫ് എന്നുള്ള പേരിലൊരു സിനിമ പാടില്ല. നമുക്കറിയാം ചില സിനിമയിൽ ബീഫ് കഴിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നത്, സെൻസർ ബോർഡ് കട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു പബ്ലിക് എന്നുള്ള രീതിയിൽ സെൻസർ ബോർഡിൻ്റെ എന്താ പറയുക സർട്ടിഫിക്കറ്റിലാണ് പ്രദർശിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ IFFKയുടെ വേദിയിൽ സെൻസറിങ് ആവശ്യമില്ല. അപ്പോൾ ഒരു പെർമിഷൻ മാത്രമാണ് ആവശ്യം, ഒരു റിട്ടൺ പെർമിഷൻ മാത്രമുള്ള ആവശ്യം. അത് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാവിയിൽ ഇനി സിനിമകൾ ഇവിടെ കാണിക്കാൻ പാടില്ല, അവരുടെ തിട്ടൂരനുസരിച്ചുള്ള സിനിമകൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഞങ്ങളത് IFFK സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും അതിനെതിരെ ഉണ്ടാകുമെന്നാണ്. അതിനെതിരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. അത് ചലച്ചിത്ര അക്കാദമിയുടെ കൂടെ തന്നെ ആയിരിക്കും ഞങ്ങളെല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. സാങ്കേതികമായ കാരണങ്ങൾ എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമകളുടെ ലിസ്റ്റ് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് പതിവ്. അപ്പോൾ ആ ലിസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരിശോധിക്കുക പ്രധാനമായിട്ട് അതിൻ്റെ സിനോപ്സിസ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട്, ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന സിനിമകളാണല്ലോ, രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രമാണ്, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഏതെങ്കിലും വയലൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെ വയലൻസ് ഒന്നും പ്രദർശിപ്പിക്കുന്നതിന് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്.